നിൽക്കുന്നതും നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ, നിൽക്കുന്നതും നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഏതുമില്ല. പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഏതുമില്ല. നിൽക്കുന്നതും നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ, നിൽക്കുന്നതും നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനം 141 അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. തൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എന്തായിരിക്കണം? 2 വാക്കാ പറഞ്ഞത്. അത് ധൂപമായും, 2 അത് യാഗമായും തീരണം. ദൈവത്തിൻ്റെ ശക്തമായ പ്രസൻസ് എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടുമ്പോഴെല്ലാം ഈ മേഘം അല്ലെങ്കിൽ പുക നിറയുന്നത് ഭക്തന്മാർ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട്. പറയാണ്, അതുപോലെ ആയിരിക്കണം എൻ്റെ പ്രാർത്ഥന. 2 അതൊരു യാഗമായിരിക്കണം. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ചതുപോലെയുള്ള യാഗമായിരിക്കണം എൻ്റെ പ്രാർത്ഥന. നമ്മുടെ ജീവിതം അതൊരു യാഗമാണ്. നമ്മുടെ ആരാധന അതൊരു യാഗമാണ്. നമ്മുടെ പ്രാർത്ഥന അതും ഒരു യാഗമാണ്. അങ്ങനെ ആയിരിക്കണം, ഒരു യാഗം പോലെ, ധൂപം പോലെ ആയിരിക്കണം എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് അതിപ്രധാനമായൊരു കാര്യം പറയുകയാണ്, യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ ഭവനത്തിന് കാവൽ നിർത്തണം, എൻ്റെ നന്മകൾക്ക് കാവൽ നിർത്തണം, എൻ്റെ സമ്പത്തിന് കാവൽ നിർത്തണം, എൻ്റെ മക്കൾക്ക് കാവൽ നിർത്തണം. പക്ഷേ ഇവിടെ ദൈവഭക്തൻ പറയുകയാണ്, അവിടെയെല്ലാം കാവൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിപ്രധാനമായി എൻ്റെ അധരത്തെ കർത്താവേ കാവൽ നിർത്തണേ. അതിനർത്ഥം എന്താണ്? അരുതാത്ത വാക്കുകളും അരുതാത്ത സംഭാഷണങ്ങളും എൻ്റെ നാവിൽ നിന്ന് വന്നാൽ അത് എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ മുൻപോട്ടുള്ള ഉയർച്ചയ്ക്കുമെല്ലാം തടസ്സമാണ്. കാരണം നമ്മുടെ ഓരോ വാക്കും ഓരോ ജീവനാണ്. ഒരു നെഗറ്റീവായൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ അത് നെഗറ്റീവായൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഓരോ വാക്കുകളും ഓരോ ജീവനാണ്. അപ്പോൾ എൻ്റെ നാവിൽ നിന്ന് ദൈവഹിതമില്ലാത്തതും വചനത്തിന് വിരോധമായതും ഒന്നും വരാതിരിക്കാൻ കർത്താവേ, എൻ്റെ അധരത്തെ ഒന്ന് കാക്കണമേ. എൻ്റെ അധരം ദൈവഹിതമല്ലാത്ത ഒന്നും പറയാൻ അനുവദിക്കാതെ വണ്ണം എൻ്റെ വാക്കുകളെ, എൻ്റെ അധരത്തെ, എൻ്റെ അധരദ്വാരത്തെ കർത്താവേ നീ കാവൽ നിർത്തണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവഹിതമില്ലാത്ത സംഭാഷണങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ അത് ദൈവപ്രവൃത്തിയെ തടയുന്നതാണ്. ഹല്ലേലൂയ. സക്രിയാവ് എന്ന് പറയുന്ന പുരോഹിതൻ, അവനൊരു വാഗ്ദത്തം കൊടുക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ആ വാഗ്ദത്തത്തെക്കുറിച്ച് പറയുമ്പോൾ അവനത്
സംശയിച്ചപ്പോൾ ദൈവം അവൻ്റെ അധരത്തെ അടച്ചു. കാരണം നീ ഇനി അവിശ്വാസം പറഞ്ഞ് വാഗ്ദത്തത്തെ തടയരുത്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒത്തിരി വാഗ്ദത്തമുള്ള വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ പലപ്പോഴും അത് നടക്കുമോ, നടക്കത്തില്ലേ, അത് ചുമ്മയാണോ, വിശ്വസിക്കാമോ, ഇങ്ങനെ പറഞ്ഞ് വാഗ്ദത്തങ്ങളെ ലേറ്റാക്കുകയും വാഗ്ദത്തത്തെ തകർക്കുകയും ചെയ്ത ചില വാക്കുകൾ നിങ്ങളുടെ അകത്തു നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, ദൈവവചനത്തിനും ദൈവം എനിക്കുന്ന വാഗ്ദത്തത്തിനും തിരുവചനത്തിനും വിരോധമായി എൻ്റെ നാവുകൾ ചലിക്കരുത്. അബ്രഹാമിനെ പോലെ പ്രതിസന്ധികളുടെ നടുവിലും നടക്കത്തില്ല എന്ന് ചിന്തിച്ച സമയത്തും അവൻ പറഞ്ഞത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനുമാണ് എൻ്റെ ദൈവമെന്നാണ്. അവൻ സാധ്യതകളെ അല്ല പറഞ്ഞത്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അസാധ്യതകളെയല്ല അവൻ പറഞ്ഞത്, ആമേൻ, സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വാഗ്ദത്തങ്ങൾ നടക്കുവാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്നത് നിങ്ങളുടെ അധരമാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ സംസാരിക്കുക. കഴിഞ്ഞ നാളുകളിൽ ദൈവജനത്തോടും വാഗ്ദത്തത്തോടുമൊക്കെ സാഹചര്യം പറഞ്ഞ് അവിശ്വാസം പറഞ്ഞതിനെ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. സ്തോത്രം. ദൈവത്തോട് പറയുക, എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നിനക്ക് പ്രസാദമാകണം. അതുകൊണ്ട് എൻ്റെ അധരത്തിന്മേലും ഒരു കാവലുണ്ടായിരിക്കണമേ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒത്തിരി വാഗ്ദത്തങ്ങളോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ സാഹചര്യങ്ങളെയോ അനുഭവങ്ങളെയോ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. ഇന്നലകളിൽ നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും പറയുക. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുക. പ്രശ്നങ്ങളെ നോക്കി പറയുക, ആമേൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിങ്ങളത് പറയുക. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേൾക്കുന്നവർ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തോട് അടുത്തിരിക്കുന്നു. ആമേൻ. കനാനിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ യോർദാൻ കഴിഞ്ഞ് കനാന, ആ കനാനോട് അടുക്കുമ്പോൾ യോശുവ പറയുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനാണ്. സ്തോത്രം. വാഗ്ദത്തത്തിന് തൊട്ടു മുമ്പ് ഒരു ശുദ്ധീകരണമുണ്ട്. അതുകൊണ്ട് നമ്മെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാം. നമ്മുടെ അധരങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രബോധനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന, ആരാധന, ജീവിതം ഇതെല്ലാം അങ്ങേക്ക് പ്രസാദകരം ഒരു യാഗമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുപ്പ, കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെ സൂക്ഷിപ്പാൻ കർത്താവയുടെ അധരത്തിന് പരിശുദ്ധാത്മാവെ അങ്ങ് കാവൽ നിൽക്കണമേ. കർത്താവെ, അധരഫലം കർത്താവ് ചിലതിനെ സൃഷ്ടിക്കുന്ന അയാൾ സ്തോത്രം ചെയ്യും. കർത്താവെ, ഇന്ന് കർത്താവ് ഇവ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ജീവന്റെ വാക്കുകളായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ, വേർഡ് കേഴ്സസ് നിമിത്തം വന്ന എല്ലാ ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല വാക്കുകളാൽ കർത്താവ് മറ്റുള്ളവരുടെ ഞങ്ങളും പറഞ്ഞ നെഗറ്റീവ് വാക്കുകളാവുന്ന ശാപങ്ങളെല്ലാം ഈ തലമുറകളെ വിട്ട് മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇവരുടെ സൗഖ്യത്തിനായും ആരോഗ്യത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില കുടുംബങ്ങൾ വളരെ ഭാരത്തോടായിരിക്കുന്നു. കർത്താവെ, ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഞാൻ കേട്ടതൊന്നും നടന്നില്ലല്ലോ, എനിക്കതില്ലേ, മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തുകയാണ്. ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. ചില പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയിൽ വേദനയിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവർ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവ ചിലരുടെ അമേൻ വിയോഗത്തോട് ചേർന്ന് തകർന്നിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ധൈര്യപ്പെടുത്തുന്നു. പ്രത്യാശയിൽ അവരെ നിറയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് മുൻപോട്ട് പോകാനുള്ള ദൈവവർ കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ആമേൻ. നിങ്ങളുടെ അധരങ്ങളെ, ആമേൻ, സംസാരങ്ങളെ കർത്താവിൻ്റെ ഹിതം പോലെ ആകാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. ശലോം.